അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉംസു ഡാമിറ്റ് ആണ്. ഉംസു ഡാമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദാറ്റ് എന്ന് പറഞ്ഞ മീനിങ് ആണ് വരുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർപ്പസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റത്തേൽ സബ്ജക്റ്റ് വെർബ് സെയിം, അതായത് ഹോപ്പ് സാറ്റ്സിൽ സബ്ജക്റ്റ് വെർബ് സെയിം, അതുപോലെ തന്നെ നെയ്ബൻ സാറ്റ്സിലും സബ്ജക്റ്റ് വെർബ് സെയിം വരുവാണെങ്കിൽ നമുക്ക് ഉംസു എന്ന കണക്ടോറിനും യൂസ് ചെയ്യാം, അതുപോലെ ഡാമിറ്റ് എന്ന് പറഞ്ഞ കണക്ടോറിനും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഹോപ്പ് സാറ്റ്സിൽ സബ്ജക്റ്റ് വെർബ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ നെയ്ബൻ സാറ്റ്സിലും സബ്ജക്റ്റ് വെർബ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കണക്ടോറിനാണ് ഡാമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസ് ഫോർമേഷൻ നോക്കാം. ഫസ്റ്റത്തെ ഉംസുവിൻ്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹോപ്പ് സാറ്റ്സ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് എഴുതാം. അത് കഴിഞ്ഞ് സു ഇടുക, അത് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ്, അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇഷ് ലേണെ ഡോയിച്ച്, അത് ഹോപ്പ് സാറ്റ്സ് ആയിട്ട് വരും. ഇൻ ഡോയിച്ച്ലാൻഡ് സോ സ്റ്റുഡിയാണ്, അത് നെയ്ബൻ സാറ്റ്സ് ആയിട്ട് വരും. ഇനി അടുത്തത് ഡാമിറ്റ് ആണ്. ഡാമിറ്റ് വരുമ്പോൾ ഹോപ്പ് സാറ്റ്സ് കഴിഞ്ഞിട്ട് കോമ ഡാമിറ്റ് എന്ന കണക്ടോറം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് പ്ലസ് വെർബ്, അങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് അതിനൊരു എക്സാമ്പിളൂടെ നോക്കാം. ഇഷ് ലേണെ ഡോയിച്ച്, അത് ഹോപ്പ് സാറ്റ്സ് ആയിട്ട് വരും. കോമ ഡാമിറ്റ്, അത് കഴിഞ്ഞിട്ട് ഇഷ് ഇൻ ഡോയിച്ച്ലാൻഡ് സ്റ്റുഡിയർ ആൻഡ് ക്യാൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഓൾസോ സപ്പോർട്ട് അവർ ചാനൽ. ബൈ.